കോഴിക്കോട് നിന്ന് തട്ടിക്കൊണ്ടുപോയ കെ.പി. ട്രാവൽസ് മാനേജർ ബിജുവിനെ കണ്ടെത്തി. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, സംഭവത്തിൽ ഇപ്പോൾ 5 പേരാണ് പിടിയിലായിരിക്കുന്നത്. തുടർ നടപടികൾ, കൂടുതൽ വിവരങ്ങൾ. അതിന് ഇന്ന് ഏകദേശം 4 മണിയോട് കൂടിയാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. കേസിൽ 5 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശി ശ്യാംകുമാർ, കരുവാരക്കുണ്ട് സ്വദേശികളായ സഹുൽ റഹ്മാൻ, ജുനൈസ്, മഞ്ചേരി സ്വദേശി മുഹമ്മദ് അർഷിദ്, കമ്പളത്താട് സ്വദേശി ഡെൽവിൻ കുര്യൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 5ാമത്തെ ആളെന്ന് പറയുന്നത് വാഹനം ഓടിച്ച ആളാണ്. ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകേണ്ടതുണ്ട്. അതായത് ഈ വണ്ടി ഓടിച്ച ആൾ ഒരുപക്ഷെ ഡ്രൈവർ ആണോ, അല്ലെങ്കിൽ ഈ വാഹനം മറ്റെവിടുന്നെങ്കിലും വാടകയ്ക്ക് എടുത്ത സമയത്തുണ്ടായിരുന്ന ഡ്രൈവറാണോ, തുടങ്ങിയവയിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇനി കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണോ ഈ കാർ ഡ്രൈവ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യമെല്ലാം പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. ഈ 5ാമത്തെ ആൾക്കെതിരെ, അതായത് ഡ്രൈവറായ ആൾക്കെതിരെയും നിലവിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 5 പേരെയും നിലവിൽ പിടികൂടിയിരിക്കുന്നത് മലപ്പുറം കരുവാരക്കുണ്ട് വെച്ചിട്ടാണ് 5 പേരെയും പിടികൂടിയിരിക്കുന്നത്. കൂടാതെ ബിജുവിനെയും അതുപോലെ തന്നെ മറ്റൊരു പ്രതിയെയും കണ്ടെത്തിയിരിക്കുന്നത് ഷട്ടറിട്ട ഒരു കടയിൽ നിന്നാണ്. ഈ ഷട്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ബിജുവിനെയും അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോയ കാറും ഈ ഷട്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പോലീസ് പിടികൂടുന്നത്. ഈ കൃത്യമായി ഈ പ്രതികളിലേക്ക് എത്തിയ വിവരം പോലീസ് ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധ്യമല്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഈ മറ്റു വിവരങ്ങളൊന്നും തന്നെ പോലീസ് നേരത്തെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കെ.പി. ട്രാവൽസിന്റെ മുൻപിൽ വെച്ചാണ് മാനേജർ ബിജുവിനെ ഈ 5 പേരടങ്ങുന്ന സംഘങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നത്. ഈ തട്ടിക്കൊണ്ടു പോകലിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചില സാമ്പത്തിക ഇടപാടുകളും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പക്ഷേ ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി മൊഴിയെടുക്കലെല്ലാം തന്നെ തുടർന്നാൽ മാത്രമേ ഇക്കാര്യത്തിലെല്ലാം വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഈ പ്രതികളെ ഇപ്പോൾ കരുവാരക്കുണ്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത് കസബ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മലപ്പുറം, മഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഈ കേസിൽ പ്രതികളെ പിടികൂടുന്നതിനായി ഉണ്ടായിരുന്നു. ഇനി പ്രതികളെ, ഈ 5 പ്രതികളെയും നിലവിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഈ മെഡിക്കൽ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുള്ളൂ. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷം പ്രതികളെ കൂടുതൽ മൊഴിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ വാങ്ങിക്കേണ്ടതുണ്ട്. ഇത്തരം നിയമങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റു നടപടികളും തെളിവെടുപ്പ് പോലുള്ള മറ്റു നടപടികളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ.